ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ MongoDBയുടെ സെറ്റപ്പാണ് ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ സെറ്റപ്പ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളിത് ഡോക്യുമെൻറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പ്രോസസ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും സെറ്റപ്പ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും MongoDBയുടെ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ mongodb.com/atlas/database എന്നുള്ള ലിങ്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഇത് എനിക്ക് സെർച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്ത് ഞാനിത് സെൻഡ് ചെയ്ത് തരാം ഈ ലിങ്ക്. ഓക്കെ, എന്നിട്ട് അത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും. അതിൽ ട്രൈ ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് ട്രൈ ഫ്രീ എന്നൊക്കെ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൺ ബോർഡിങ് സർവേ ചോദിക്കും അടുത്ത സ്റ്റെപ്പിൽ. അത് സർവേ ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് കേസ് അല്ല. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ക്രീൻ വരുന്നത് നിങ്ങളുടെ ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവർ കുറച്ച് ഓപ്ഷൻസ് തരും. ഇതിൽ പെയ്ഡ് സർവീസ് ആയിരിക്കും ചിലതുണ്ടാവും. അതിൽ ഒരെണ്ണം മാത്രം ഫ്രീ സർവീസ് ഉണ്ടാവും. ആ ഫ്രീ സർവീസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ മറ്റേതല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഫ്രീ സർവീസ് ഇപ്പോൾ ലേണിംഗ് പർപ്പസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ സർവീസ് ഒന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത ശേഷം നമ്മൾ ഈ ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് ബട്ടൺ ഉണ്ട്, താഴെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. സോ ബാക്കിയുള്ള ഡീഫോൾട്ട് ഓപ്ഷൻസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രീ ഇത് മാത്രം ചൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേർഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിംഗ്ലി ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിലേക്ക് പോകും. അടുത്ത സ്ക്രീനിലേക്ക് നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്നത് പ്രോംപ്റ്റ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ സ്ക്രീനാണ് വരാൻ പോകുന്നത്. ഒരു സെക്യൂരിറ്റി കോൺഫിഗറേഷൻ അതിൽ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഓൾറെഡി ഓട്ടോ ജനറേറ്റഡ് ഉണ്ടാവും ഈ സ്ക്രീനിൽ നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കറസ്പോണ്ട്. കാരണം ചിലപ്പോൾ പാസ്വേഡൊക്കെ വലിയ പാസ്വേഡ് ആയിരിക്കും. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം, പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. ഇവിടെ ഇൻഫോർമേറ്റഡ് കോപ്പി എന്നുള്ള ബട്ടൺ അല്ലേ. സോ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ക്രിയേറ്റ് ഡാറ്റാബേസ് യൂസറിൻ്റെ താഴെ ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം അതൊരു ക്ലസ്റ്റർ മോഡലും ഒരു മോഡൽ വരും ആക്ച്വലി. ഓക്കെ, അതിൽ നെറ്റ്വർക്ക് ആക്സസ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും. ഇവിടെ കണ്ടോ, നെറ്റ്വർക്ക് ആക്സസ് ലിങ്ക്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഡിറ്റ് ഓപ്ഷൻ വരും. ഒരു റോ ഉണ്ടാവും. ആ റോയിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു IP അഡ്രസ്സ് ഒക്കെ ഉള്ള കൊടുത്ത റോ ആയിരിക്കും. അതിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലോ ആക്സസ് ഫ്രം എനിവെയർ എന്നുള്ള ബട്ടൺ വരും. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വേറൊരു പോപ്പപ്പ് വരും. അതിൽ എല്ലോ ആക്സസ് ഫ്രം എനിവെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ അടിക്കുക. അത് എന്തിനാണ് ബേസിക്കലി ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ നിങ്ങളിപ്പോൾ വേറെ സ്ഥലത്ത് IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കൺഷൻ എററൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് ലൈക്ക് ഹോം അല്ലെങ്കിൽ ഓഫീസിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് ഇറ്റ്സ് ഡൺ നമ്മൾ എന്താ പറയുക, ഫൈൻ ഡിപ്ലോയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് ഇതെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡിപ്ലോയ്മെൻറ്റ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, അവിടെ ബേസിക്കലി ക്ലസ്റ്ററിനോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഡിപ്ലോയ്മെൻറ്റ് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലസ്റ്ററിലേക്ക്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ക്ലസ്റ്റർ ഒന്ന് ലോഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലസ്റ്റർ ലോഡായ ശേഷം കണക്ട് ബട്ടൺ ഉണ്ടാവും. കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു കുറച്ച് ഓപ്ഷൻസിൽ കാണാം വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈവേഴ്സ് ചൂസ് ചെയ്യുക. അതിൽ കണക്റ്റഡ് ആപ്ലിക്കേഷനിൽ കുറച്ച് ഓപ്ഷൻസ് വരുമ്പോൾ ഡ്രൈവേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണാം. ഇങ്ങനെ ഒരു URL പോലെ കണക്ഷൻ URL ആണ് ആക്ച്വലി ഇത് ഇങ്ങനെ കിടക്കുന്നത് കാണണ്ടാവും. ഓക്കെ, സോ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആക്ച്വലി സ്ക്രോൾ ഡൗൺ ഈ സ്ട്രിങ് കോപ്പി ചെയ്യുക. ഈ കണക്ഷൻ URL കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് കോപ്പി ചെയ്തിട്ട് എന്നിട്ട് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ server.js ഓപ്പൺ ചെയ്യുക VS കോഡിൽ. അതിൽ നമ്മളെന്താ പറയുക, കോൺസ്റ്റ് മൊങ്കോ URI എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതിൽ നമ്മളിത് പേസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ കോപ്പി ചെയ്തത് URI എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കൊടുക്കണം പേസ്റ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് പാസ്വേഡ് നിങ്ങൾ കൊടുത്ത പാസ്വേഡ്, നിങ്ങൾ ആ ഫസ്റ്റ് കൊടുത്ത പാസ്വേഡ് യൂസറിൻ്റെ പാസ്വേഡില്ലേ, അതിൽ പാസ്വേഡ് എന്താണോ അത് എക്സാക്റ്റായിട്ട് മാച്ച് ചെയ്യണം. അത് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ പാസ്വേഡ് എന്നുള്ള ഫീൽഡിൽ എഴുതിയിട്ടുണ്ടാവും, അവിടെ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ഉള്ളത്. സോ യു മസ്റ്റ് ആഡ് ഡാറ്റാബേസ് കണക്ഷൻ സ്ട്രിങ്. നമ്മൾ കണക്ഷൻ സ്ട്രിങ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കേസിൽ. ഇനി ചെയ്യുമ്പോൾ എന്നിട്ട് ഞാനിവിടെ എന്ന് വെച്ചാൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഈ .NET MongoDB.NET എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എന്താ കണക്ഷൻസ് ഒരു ഡാറ്റാബേസ് നെയിം ആഡ് ചെയ്യുന്നുണ്ട് കണക്ഷൻ സ്ട്രിങ്ങിൽ. അപ്പം ഞാൻ ഡാറ്റാബേസ് നെയിം ഇവിടെ ഞാൻ കൊടുക്കുന്നത് ലിറിക്കൽ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ .NET/ എന്ന് പറഞ്ഞിട്ട് ഇവിടെ .NET/ എന്ന് പറഞ്ഞിട്ട് ലിറിക്കൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കി റിമെയിൻ സെയിം ആണ്. ബാക്കിയൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
MongoDB.net/ പിന്നെ ഒരു ഡാറ്റാബേസ് നെയിം ഞാൻ ലിറിക്കിൽ നിന്ന് കൊടുത്തേക്കുന്നത് അത് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെർവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുക. npm run എന്ന് പറഞ്ഞ് ടെർമിനൽ എടുത്തു കഴിഞ്ഞാൽ സെർവർ സ്റ്റാർട്ടാവും. ഓക്കെ, സോ സെർവർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ട്, കണക്റ്റഡ് ടു MongoDB Atlas ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് മുമ്പ് കിട്ടിയിരുന്നു ഒരു എറർ കിട്ടിയിരുന്നു, കാരണം എൻ്റെ കൺസ്ട്രക്റ്റിംഗ് ഒക്കെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ പാസ്വേഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലൊക്കെ ഓതൻറ്റിക്കേഷൻ ഫെയിൽഡ്, കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ക്യാരക്ടർ മിസ്സാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓതൻറ്റിക്കേഷൻ ഫെയിൽഡ് വരും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് എറർ കിട്ടണമെങ്കിൽ ഞാൻ പരമാവധി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് നോക്കാം ഞാനിരുന്നിട്ട് എൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽഹോസ്റ്റ് 4000/GraphQL നാവിഗേറ്റ് ചെയ്യുക നമ്മുടെ ബ്രൗസറിൽ കയറിയിട്ട്. അപ്പോൾ അത് പേജ് ലോഡ് ആവുന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമ്മുടെ സെറ്റപ്പ് എല്ലാം റെഡിയായി നടത്താം MongoDBയുടെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും എറർ എനിക്ക് ആസ് യൂഷ്വൽ കമൻസിലൊക്കെ മെൻഷൻ ചെയ്യാം. എന്നെക്കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.